പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിൽ ഈ കുറ്റകൃത്യങ്ങളെ കുറിച്ചൊരു പഠനം നടത്തുമ്പോൾ രണ്ട് വിഭാഗം. ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ ഈ കുറ്റത്തിലേക്ക് തീരെ കടന്നു ചെന്നിട്ടില്ലാത്ത മറ്റൊരു വിഭാഗം. രണ്ട് വിഭാഗത്തോടും ചോദ്യമുണ്ട്. ലൈംഗിക കുറ്റം ചെയ്തവരോടുള്ള ചോദ്യം, എന്തിനത് ചെയ്തു? അള്ളാഹു വിലക്കിയിട്ട് നീ എന്തിനത് ചെയ്തു? അതുകൊണ്ട് സംഭവിച്ചു പോയെങ്കിൽ പെട്ടെന്ന് പശ്ചാത്തപിച്ച് മടങ്ങുക, രക്ഷപ്പെടുക. ഈമാൻ പോലും തകരുന്ന ഒരു അപരാധമായതുകൊണ്ട് മരണത്തിന് മുമ്പ് നിന്റെ മനസ്സിനെ സംശുദ്ധമാക്കുക, സ്ഫുടം ചെയ്യുക എന്ന് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെടുന്ന ആളുകളോട് പറയാനുണ്ട് ഇസ്ലാമിന്. എനിക്കല്ല കേട്ടോ, ഇസ്ലാമിന് പറയാനുണ്ട്. ഈ കുറ്റവുമായി ബന്ധപ്പെടാത്ത, വ്യഭിചാരത്തിലേക്ക് പോയിട്ടില്ലാത്ത, അതിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആളുകളോടും ചോദ്യമുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത്? എന്ത് ചോദ്യം അത്? ലൈംഗിക വിഷയത്തിൽ കുറ്റം ചെയ്യാത്ത, ആ മേഖലയിലൂടെ സഞ്ചരിക്കാത്ത ആളുകളോടുള്ള ചോദ്യം, ഇസ്ലാമിന്റെ ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് വ്യഭിചരിക്കാൻ പോയില്ല, അല്ലെങ്കിൽ ലൈംഗിക കുറ്റത്തിന് പോയില്ല? ഇതെന്ത് ചോദ്യ മുസ്ലിയാരെ? പണ്ട് സുലൈമാൻ മുസ്ലിയാരെ ചോദ്യം പറഞ്ഞതുപോലെ, കോഴിക്കോടുകാരൻ പഴയ കാലത്തെ ഒരു വലിയാണ് സുലൈമാൻ മുസ്ലിയാർ. ഇന്ന് അദ്ദേഹത്തിന്റെ ഖബർ കോഴിക്കോട് പട്ടണത്തിൽ തന്നെയുണ്ട്. അദ്ദേഹം വളരെ രസികനാണ്. ആ രസത്തിന്റെ അല്ലെങ്കിൽ ആ ഫലിതത്തിന്റെ പിറകിലൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാകും. ഈ ഞങ്ങളെ നാട്ടിലെ മലബാറിലൊക്കെ ഒരു ചൊല്ലുണ്ട്, സുലൈമാൻ മുസ്ലിയാരുടെ സോപ്പ് തേച്ചാലും കുടുങ്ങി, തേച്ചില്ലെങ്കിലും കുടുങ്ങി. ഇദ്ദേഹത്തിന്റെ ചോദ്യം ആ ജാതിയാണ്. ചോദ്യവും വിവരണങ്ങളും അദ്ദേഹത്തിന്റെ സംസാരവും ഒക്കെ അർത്ഥവത്തായ സംസാരം. ഒരിക്കൽ സുലൈമാൻ മുസ്ലിയാര് തന്റെ വീട് കത്തിക്കുകയാണ്. സ്വന്തം കിടക്കുന്ന വീട്, കിടപ്പാടം കത്തിക്കുകയാണ്. കത്തിച്ചപ്പോ അയൽക്കാർ പേടിച്ചിട്ട് പോലീസിൽ വിവരം അറിയിച്ചു. ഇങ്ങനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ചോദിച്ചു, എന്തിനാ മുസ്ലിയാരെ വീട് കത്തിക്കുന്നത്? അപ്പൊ പോലീസുകാരോട് സുലൈമാൻ മൗലവി പറഞ്ഞു, ഈ ചോദ്യം ശരിയല്ല. എന്തിനാ വീട് കത്തിക്കുന്നു എന്ന നിങ്ങളുടെ ചോദ്യം ശരിയല്ല. എന്തിനാ വീടുണ്ടാക്കിയത് എന്ന് ചോദിക്കൂ. പോലീസുകാരോട് സുലൈമാൻ മുസ്ലിയാർ പറയാം, എന്തിനാ കത്തിക്കുന്നത് എന്ന ചോദ്യം തെറ്റാണ്. എന്തിനാ വീടുണ്ടാക്കി എന്ന് ചോദിക്കൂ. പോലീസുകാർ ചോദിച്ചു, എന്തിനാ മുസ്ലിയാരെ വീടുണ്ടാക്കി? കത്തിക്കാൻ തന്നെയാണ്. അപ്പൊ പ്രശ്നം തീർന്നു. അപ്പൊ പിന്നെ ഇനി ഉത്തരം വേറെ കണ്ടെത്തണ്ടല്ലോ. അപ്പൊ പറഞ്ഞ മാതിരി, എന്തുകൊണ്ട് നിങ്ങൾ ലൈംഗിക കുറ്റകൃത്യത്തിലേക്ക് പോകുന്നില്ല? ഓരോരുത്തരോട് ഈ ചോദ്യം ചോദിച്ച ഭിന്നമായ, വ്യത്യസ്തമായ ഉത്തരം ഉണ്ടാകുക അല്ലേ? വ്യഭിചാരത്തിന്റെ മേഖലയിൽ നിന്ന് അക്സറുന്നാസും, അധികം ആളുകളും ഒഴിഞ്ഞു നിൽക്കുന്നത്, അധികം സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ഈ കുറ്റം ചെയ്യാത്ത ആളുകളിൽ 90% ആളുകളും ആ കുറ്റത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇമ്മാലി അജ്സിൻ ഔ ലി ഖൗഫിൻ ഔ ലി ഹയാഇൻ ഔ ലി മുഹാഫളത്തിൻ അലാ ജിസ്മിഹി. 4 കാരണങ്ങളാലാണ് ആ കുറ്റം ചെയ്യാത്തത്. എന്തേ നീ വ്യഭിചരിക്കാൻ പോകാഞ്ഞത്? എന്തേ നീ ആ കുറ്റം ചെയ്യാത്തത്? അതിനുത്തരം 4 കാരണമായിരിക്കും. ഇമ്മാലി ഖൗഫിൻ, ഇമ്മാലി അജ്സിൻ, അതിന് കഴിവില്ല. അങ്ങനെയുള്ളൊരു മേഖലയിലേക്ക് പോയിട്ടൊരു പെണ്ണിനെ വല വീശാനുള്ള വൃത്തികെട്ട തൊലിക്കട്ടില്ല. ഇമ്മാലി അജ്സിൻ, അതിന് കഴിവ് വേണം, ഒരു വളിഞ്ഞ കഴിവ് അറിയും. ആ കഴിവ് ഇമ്മാലി അജ്സിൻ, താൻ ദുർബലനായ ഒരു പെണ്ണിനെ സമീപിക്കാനുള്ള കരുത്തില്ല, ദുർബലനാണ്. ഔലി ഖൗഫിൻ, അല്ലെങ്കിൽ ഭയം, ജനം അറിഞ്ഞാൽ ചിലപ്പോൾ പുറം പൊളിയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഭയം. അല്ലെങ്കിൽ ഔലി ഹയായിൻ, ഒരു നാണം കെട്ട ഏർപ്പാടല്ലേ. ഔലി ഹയായിൻ, നാണക്കേട് കൊണ്ട്, ലജ്ജ കൊണ്ട്. ഔലി മുഹാഫളത്തിൻ അലാ ജിസ്മിഹി, അല്ലെങ്കിൽ തന്റെ തടി കാക്കാൻ. എങ്ങനെ? രോഗങ്ങൾ, ഗുഹ്യ രോഗങ്ങൾ, ലൈംഗിക രോഗങ്ങൾ, സർവോപരി HIV, എയ്ഡ്സ് പോലത്തെ മാരകമായ രോഗങ്ങൾ ഭയന്നിട്ടും ഒരുപാട് ആളുകൾ വ്യഭിചാരത്തിൽ നിന്നും മാറി നിൽക്കുന്നുണ്ട്. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ, വലൈസ ഫീ ശൈഇൻ മിൻ ദാലിക സവാബുൻ. ഇങ്ങനെ നിങ്ങൾ മാറി നിൽക്കുന്നത് കൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം നിങ്ങൾക്ക് സമ്പാദിക്കാനാകില്ല. കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തിന്റെ പേരിലാണെങ്കിലും തരക്കേടില്ല, നല്ലതാണ്. അത് ഏത് കാരണത്താലായാലും കുഴപ്പമില്ല, കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. പക്ഷേ അല്ലാഹുവിങ്കൽ റാങ്ക് കിട്ടാൻ,
പടച്ച തമ്പുരാന്റെ പക്കൽ നിന്ന് വണ്ണമായ ഉന്നതമായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ വലൈസ ഫീ ദാലിക ശൈഉം മിനസ്സവാബ്, ഈ പറഞ്ഞ കാരണങ്ങളാൽ വ്യഭിചാരത്തിൽ നിന്ന് മാറി നിന്നാൽ അല്ലാഹുവിങ്കൽ നിന്ന് യഥാർത്ഥ പ്രതിഫലം കിട്ടില്ല. എന്തുകൊണ്ട്? ഈ തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴായാലും നീങ്ങാലോ. കഴിവ് കുറവാണെങ്കിൽ പെണ്ണ് ക്ഷണിച്ചു, പിന്നെ അവന്റെ കഴിവ് കുറവ് പ്രശ്നമല്ലല്ലോ. ഭയം, നാണക്കേട് എന്നൊക്കെ പറയുന്നത് അതീവ രഹസ്യമായി ചാൻസ് ഒത്തു. അപ്പൊ ഈ കാരണങ്ങൾ മാറിയാൽ ഈ മനുഷ്യൻ, ഇക്കാരണങ്ങളാൽ ഈ കുറ്റത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മനുഷ്യൻ ഈ തിന്മയിൽ പതിക്കാനും ആ കുറ്റം ചെയ്യാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാരണങ്ങളാൽ മാറി നിന്നാൽ പോരാ. പ്രത്യേകിച്ച് വർത്തമാനകാല സാഹചര്യത്തിൽ നമുക്ക് പണമുണ്ട്, നമുക്ക് പ്രസിദ്ധിയുണ്ട്, നമുക്ക് സൗകര്യങ്ങളുണ്ട്. സൗകര്യങ്ങളുണ്ടായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കണം. ഇത്തരം കാരണങ്ങളാൽ മാറി നിൽക്കുന്നതിൽ പ്രത്യേകം പുണ്യമില്ല, പദവിയില്ല, പ്രതിഫലമില്ലെന്ന് പറയുന്ന ഇസ്ലാം തുടർന്ന് പഠിപ്പിക്കുന്നു, വ ഇന്നമൽ ഫളു വസ്സവാബുൽ ജസീൽ, യഥാർത്ഥത്തിലുള്ള ശ്രേഷ്ഠത, പവിത്രത, വസ്സവാബുൽ ജസീൽ, ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്നത് ആർക്കാന്നറിയോ? ഫീ തർക്കിഹി മഖാഫതൻ മിനല്ലാഹ് ഖൗഫൻ മിനല്ലാഹ് മഅൽ ഖുദ്റതി വതയസ്സുരിൽ അസ്ബാബി വർത്തിഫാഇൽ മവാനിഇ. എല്ലാ പ്രതിബന്ധങ്ങളും മാറി, എല്ലാ തടസ്സങ്ങളും മാറി, തന്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ വ്യഭിചരിക്കാനും ലൈംഗികമായ കുറ്റം ചെയ്യാനും സാധിക്കും. അതിനുള്ള ചാൻസ് എല്ലാം അനുകൂലമാണ്. അതിനുള്ള പ്രതിബന്ധങ്ങളൊന്നും തടസ്സങ്ങളൊന്നും ഇല്ല തന്നെ. എന്നിട്ട് ഖൗഫൻ മിനല്ലാഹ്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, പടച്ച തമ്പുരാന് ഇഷ്ടമില്ലാത്ത കാര്യമാണല്ലോ. നിമിഷങ്ങൾ ഞാൻ ഇതിന്റെ പേരിൽ സുഖിച്ചാൽ ശാശ്വതമായ ആനന്ദം, സ്വർഗത്തിന്റെ സുഖം തനിക്ക് നഷ്ടപ്പെടുമല്ലോ. സർവോപരി എന്റെ നാഥൻ വിലക്കിയതാണല്ലോ എന്ന കാരണം ഓർത്തുകൊണ്ട്, ആ ഒറ്റ കാരണത്താൽ ഈ കുറ്റത്തിൽ നിന്ന് ആരാണോ മാറി നിൽക്കുന്നത്, വലഹുൽ ഫളു വലഹുസ് സവാബുൽ ജസീൽ, അവരാണ് ഉത്തമർ. അവരാണ് ആഖിറത്തിൽ പടച്ചവന്റെ ഏറ്റവും ഉന്നതമായ റേഞ്ചിൽ, ഏറ്റവും സ്വർഗത്തിലെ ഉന്നതമായ മഖാമിലെത്തുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എത്രത്തോളം നമ്മുടെ മനസ്സിന്റെ വൈകാരിക ചിന്തകൾ, മനസ്സിലെ ദുഷ്ടചിന്തകൾ ഒരാൾ കടിഞ്ഞാണിട്ട് പിടിച്ച് നിയന്ത്രിച്ച് മറച്ചു പിടിച്ച് അത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് പോകാതെ നിലയുറപ്പിച്ചാൽ അതിന്റെ കൂലി എന്താ? മൻ അശിഖ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി പഠിപ്പിക്കുന്നു, മൻ അശിഖ ഫഅഫ ഫകതമ ഫമാത ഫഹുവ ശഹീദ്. മൻ അശിഖ, ഒരാളിലെ അനുരാഗം തലപൊക്കി, ഒരാളിലെ വൈകാരം തലപൊക്കി, കുറ്റകൃത്യത്തിന് മനസ്സ് പ്രോത്സാഹിപ്പിച്ചു, മനസ്സ് നിർദ്ദേശിച്ചു. ആ സമയത്ത് ഫഅഫ, അതിന്റെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ മേഖലയിലേക്ക് കുറ്റം ചെയ്ത് കടന്നു ചെല്ലാതെ പരിശുദ്ധനായി നിലകൊണ്ടു. ഫകതമ, അതങ്ങ് മറച്ചുവെച്ചു. മനസ്സിന്റെ ആഗ്രഹം റബ്ബിനെ ഓർത്തിട്ട് മറച്ചുവെച്ചു. അതിന്റെ പിറകെ പോകാതെ ഫമാത, മരണം വരെ ഒരു വിശ്വാസി പിടിച്ചു നിന്നാൽ ഫഹുവ ശഹീദ്, ആ മുഅ്മിനിന് അല്ലാഹു ആഖിറത്തിൽ ഷഹീദിന്റെ പ്രതിഫലമാണ് കൊടുക്കുന്നത്. എന്റെ ഉമ്മത്തിലെ അവസാന കാലക്കാർ 100 ഷഹീദിന്റെ കൂലി വാങ്ങുന്നവരുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മത്തിലെ അവസാന കാലത്തുള്ള മുഅ്മിനീങ്ങൾ 100 ഷഹീദിന്റെ കൂലി വാങ്ങുന്നവരുണ്ട്. അതെങ്ങനെ കിട്ടുകയെന്നറിയണ്ടേ? നീ നിന്നെ നിയന്ത്രിച്ച് നിന്റെ മനസ്സിനെയും ശരീരത്തെയും കടിഞ്ഞാണിട്ട് ഫമാത, അவ்விധത്തിൽ നീ അങ്ങ് മരിച്ചു പോവുകയാണെങ്കിൽ നീയാകുന്നു ആഖിറത്തിലെ ഷഹീദ്. ദുനിയാവിലെ നിയമങ്ങളിൽ, ശരീഅത്ത് നിയമങ്ങളിൽ ഷഹീദിന്റെ നിയമമുണ്ടാവുകയില്ലെങ്കിലും
വഹുവ ശഹീദുൻ ഫിൽ ആഖിറ. പരലോകത്ത് ഇവിടെ നിന്ന് രക്തസാക്ഷിയായി പോയ ഷഹീദിന്റെ കൂടെ ആ മനുഷ്യനുണ്ടാകും. എന്തിനാ പറയുന്നു? ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ കാണാലോ, സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു യൗമൽ ഖിയാമ, സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു യൗമൽ ഖിയാമ ഫീ ളില്ലി അർശിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. പുണ്യനബി പഠിപ്പിക്കുന്നു നമ്മയൊക്കെ, ഖിയാമത്ത് നാളിൽ തലക്ക് തൊട്ടുമുകളിൽ ഒരു ചാണുയരത്തിൽ സൂര്യൻ വന്നു നിൽക്കുമ്പോ മനുഷ്യർ അവരുടെ പാപങ്ങൾക്കനുസരിച്ച് വിയർപ്പിന്റെ പുഴകളിൽ വിയർപ്പ് കണങ്ങളിൽ മുങ്ങിത്താഴുമ്പോ 7 ഗ്രൂപ്പിന് അള്ളാഹു അവന്റെ അർശിന്റെ നിഴൽ കൊടുക്കും. യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. അന്ന് റബ്ബിന്റെ അർശിന്റെ നിഴലല്ലാത്ത ഒരു നിഴലും മഹ്ശറ വൻസഭയിൽ ഉണ്ടാവുകയില്ല. തലക്ക് മുകളിൽ ഒരു ചാണുയരത്തിൽ സൂര്യൻ വന്നു നിൽക്കുമ്പോ, ആളുകൾ വിയർപ്പിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുമ്പോ അള്ളാഹു 7 ഗ്രൂപ്പിന് അവന്റെ അർശിന്റെ നിഴല് കൊടുക്കും. അവർക്കവിടെ ചൂടോ ശിക്ഷയോ ഏൽക്കേണ്ടി വരില്ല. അവർ സുസ്മേരവദനരായി അവർ മഹ്ശറയിൽ നിലകൊള്ളും. അള്ളാഹു ആ ഗ്രൂപ്പിലും നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആരാ ഗ്രൂപ്പ്? ആ 7 കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് റജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു ജമാലിൻ വഹസബിൻ ഇലാ നഫ്സിഹാ. ഒരു വിഭാഗം പുരുഷന്മാരാണ്. ദഅതുഹു ഇംറഅത്തുൻ ദാതു ജമാലിൻ വമൻസബിൻ ഇലാ നഫ്സിഹാ. സുന്ദരിയും കുലീനയുമായ ഒരു പെണ്ണ് അവളിലേക്ക് ക്ഷണിച്ചു ഈ വിശ്വാസിയെ. ഏതെങ്കിലും തട്ടുകടയിൽ നിന്നും VIP ചായ കുടിക്കൂല്ലോ. ഞാൻ അതിലൊന്നുമില്ല, തട്ടുകടയിൽ പോയി ചായ കുടിക്കൂല. എന്നാ 5 സ്റ്റാറിലാണെങ്കിലോ അതൊരു കൈ നോക്കാ നീ മുതലാളിക്കും തോന്നും. അതാണ് മുത്ത് നബി പഠിപ്പിക്കുന്നത്. സുന്ദരിയായിട്ടും കാര്യമില്ല, തട്ടുകട ഡെക്കറേഷൻ ചെയ്തിട്ടും കാര്യമില്ല. തറവാട്ടുകാരി, കുലമഹിമയുള്ള പെണ്ണ്, പ്രസിദ്ധയായ പെണ്ണ്, സുന്ദരി പെണ്ണ് വിളിച്ചപ്പോ ഫഖാല, ഈ വിശ്വാസി പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ആൾക്കാര് കാണുമല്ലോ, നാണക്കേടല്ലേ, നിനക്ക് വല്ല അസുഖമുണ്ടോ? ഇതൊന്നും ഓർത്തിട്ടല്ല മാറിയത്. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. പെണ്ണെ, നിന്നിൽ സുഖിക്കാൻ ഞാൻ വരില്ല. എന്തുകൊണ്ട്? ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ റബ്ബിനെ പേടിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞ് മനസ്സിനെ നിയന്ത്രിച്ച് ശരീരത്തെ നിയന്ത്രിച്ച് നിലകൊള്ളുന്ന വിഭാഗം അർശിന്റെ നിഴലിലാണെന്ന് ഖാല റസൂലുള്ളാഹി. ഇന്ന് അർശിന്റെ നിഴലുണ്ടാക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. ഇന്ന് സാഹചര്യമൊക്കെ ദഅതുഹു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ലാ ബിലിസാൻ വലാകിൻ ബിലിസാനിൽ ഹാൽ. നാവുകൊണ്ട് പെണ്ണുങ്ങൾ വിളിക്കുന്നില്ലെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് സ്ത്രീകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നാവ് കൊണ്ട് വിളിക്കുന്നില്ലെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ട കാര്യമാണ്, വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണിത്. ഒരു തമാശയായി ഒരിക്കലും നിങ്ങൾ ഇതിനെ കാണണ്ട. ഇത് പറയണ്ടെന്ന് പറഞ്ഞ് പിന്നെ മനസ്സിലേക്ക് ഇങ്ങനെ വരും, എന്താ ചെയ്യാ? എന്നത് പറയും വേണമല്ലോ. സഹോദരന്മാരെ, ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചപ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ പലരും ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുകയും റൂമിൽ വന്ന് ഈ വിഷയത്തിന്റെ വിശദീകരണം പലരും അൽഹംദുലില്ലാ സന്മനസ്സുള്ള ചെറുപ്പക്കാർ ചോദിച്ചറിയുകയും ചെയ്യുന്നു. ഉണ്ട്. ഈ ആഴ്ച തന്നെ ഇപ്പൊ ഇതാണുള്ള വിഷയം സംസാരിക്കുന്നത്, എനിക്ക് ഇന്ന സംശയമുണ്ട്. ദൂരെ നിന്ന് ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, അവിടെ ഉണ്ടാവോ, എനിക്ക് ഈ വിഷയകമായി ചില സംശയങ്ങളുണ്ട്. അങ്ങനെ കുറെ ആളുകൾക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ട്, ഉപകാരമില്ലാത്തവരുണ്ടാവും. ഇപ്പൊ രണ്ടും കൂടി ഇപ്പൊ ബാലൻസ് ചെയ്യുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നൊരു ഡ്രൈവറുടെ കഥയാണ്. ഒരു വഴിക്ക് ഒരു 4-5 ആളുകൾ 6-7 ആളുകൾ വണ്ടിയിലുണ്ട്, ഡ്രൈവർ വണ്ടി ഓടിക്കുക. അപ്പോൾ ഒരു ഗ്രൂപ്പ് പറഞ്ഞു ഒരു 80 സ്പീഡിൽ വിടുമെന്ന് പറഞ്ഞു ഡ്രൈവറോട്. മറ്റേ ഗ്രൂപ്പ് പറഞ്ഞു അതൊന്നും വേണ്ട, ഓവർ സ്പീഡ് വേണ്ട, ചാർജ് ചെയ്യും, മാത്രമല്ല അപകടമാണ്, ഒരു 40-50 അങ്ങനെ പോയാൽ മതിയാണ്. അപ്പൊ ഈ 2 വിഭാഗം ഡ്രൈവറോട് ഇങ്ങനെ കയർത്ത് പറയായി. അങ്ങനെ കുറച്ച് പോയപ്പോ വേറൊരു ഗ്രൂപ്പ് പറഞ്ഞു ഡ്രൈവറെ ഇവിടെ ചവിട്ടുക. മറ്റേ ആൾ പറഞ്ഞു ആ പോസ്റ്റിന്റെ അടുത്ത് ചവിട്ടുക. മൂന്നാമത്തെ ആൾ പറഞ്ഞു ആ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് ചവിട്ടുക. ഇവർ 3 പേരും 3 ആളുകളും വിവിധം ഡ്രൈവറോട് സംസാരിക്കുന്നത് പരുഷമായിട്ടാണ്. പാവൻ ഡ്രൈവർ പതുക്കെ ഡോറ് തുറന്നിട്ട് ഇറങ്ങിയിട്ട് സൗകര്യമുള്ള മാതിരി വിട്ടോളിയാർ.
അതല്ല എന്താ പറയാ, ഇത് എല്ലാ നിലക്കും എങ്ങനെ വിടാൻ പറ്റുക? വണ്ടി നിർത്തുമ്പോൾ ഈ പറഞ്ഞ മൂന്നിലൊരു സ്ഥലത്ത് തന്നെ നിർത്താൻ പറ്റുള്ളൂ. പിന്നെ ചെയ്യാൻ പറ്റുന്നത് എല്ലാവരെയും സുഖിപ്പിച്ച് എല്ലാവർക്കും പറ്റുന്നൊരു തീരുമാനം മുഷാവറയിലൂടെ എടുക്കണം മുന്നോട്ട് പോകും. അതേമാതിരി ഈ ഡ്രൈവർ ചെയ്ത മാതിരിയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിലയിൽ പരമാവധി ഒപ്പിച്ചു പോകാനേ നമുക്ക് പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ഒരു പ്രമേയം കണ്ണു തുറന്ന് നന്നായി മനസ്സ് കൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണത്. എന്ത്? വഖിസ്സത്തു യൂസുഫ അലൈഹിസ്സലാം വംതിനാഉഹു മിൻ സുലൈഖാ മഅൽ ഖുദ്റതി മഅറൂഫത്തുൻ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അവിടത്തെ ചരിത്രം, മഹാനായ ആ പ്രവാചകൻ രാജ്ഞിയായ സുലൈഖയിൽ നിന്ന് വിട്ടകന്ന് മാറി നിന്ന ചരിത്രം, മഅൽ ഖുദ്റതി, എല്ലാ സാഹചര്യവും എല്ലാ ഘടകങ്ങളും ഒത്തിട്ടും സുലൈഖയിൽ നിന്ന് മാറി നിന്ന പ്രവാചകന്റെ ചരിത്രം മഅറൂഫത്തുൻ, സുപ്രസിദ്ധമാണ്. മുസ്ലിം ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രാണത്. മാത്രമല്ല, വഖദ് അസ്നല്ലാഹു തആല അലൈഹി ബിദാലിക ഫീ കിതാബിഹിൽ അസീസ്. പടച്ച തമ്പുരാൻ ആ പ്രവാചകന്റെ ചരിത്രം മാനവർക്ക് പറഞ്ഞു തന്നിട്ട് ആ പ്രവാചകന്റെ ഹിസ്റ്ററി മാനവരുടെ മുമ്പാകെ നിരത്തിയിട്ട് ആ ചരിത്രത്തെയും ആ ചരിത്ര പുരുഷനെയും പടച്ച റബ്ബ് നന്നായി പ്രശംസിക്കുന്നുണ്ട്. എന്തിനായി? യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഖിസ്സ. ആ ഖിസ്സ പറഞ്ഞു തന്നിട്ടോ ആ പ്രവാചകനെ അള്ളാഹു പ്രശംസിക്കുന്നു. എന്തിനെ? മുസ്ലിമീങ്ങളെ, ഈ നബി നടന്ന വഴിക്ക് നടക്കൂ. ഖുർആനിൽ ഈ പ്രവാചകന്റെ ചരിത്രം എങ്ങനെയാണ് പറയുന്നത്? ഒത്തിരി ചരിത്രം ഖുർആനിലുണ്ടല്ലോ. ഒരുപാട് നബിമാരുടെ ചരിത്രം, ഒരുപാട് ധിക്കാരികളുടെ ചരിത്രം, ഒരുപാട് നാടുകളുടെ ചരിത്രം, ഒരുപാട് ജന്തുക്കളുടെ ചരിത്രം, ഒരു ഗതകാല സമൂഹങ്ങളുടെ ഉദ്ധാന പതനങ്ങളുടെ ചരിത്രം. എത്ര ചരിത്രമുണ്ട് ഖുർആനിൽ? എന്നാൽ ഖുർആൻ ചരിത്ര ഗ്രന്ഥമാണോ? അല്ല. നിയമ ഗ്രന്ഥമാണോ? അല്ല. ഫിലോസഫിയാണോ? അല്ല. സാഹിത്യ ഗ്രന്ഥമാണോ? അല്ല. എന്നാൽ എല്ലാമാണ്. അതാണ് ഖുർആൻ. ഈ ഖുർആൻ ഒരുപാട് ചരിത്രം പറഞ്ഞെങ്കിലും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖിസ്സ ഒരു പ്രത്യേക ശൈലിയിലാ പറഞ്ഞത്, അല്ലേ? وَنَحْنُ نَقُصُّ عَلَيْكَ أَحْسَنَ الْقَصَصِ بِمَا أَوْحَيْنَا إِلَيْكَ. എന്താ പറയുന്നത്? നബിയെ, അങ്ങേക്ക് നാം ധാരാളം ചരിത്രം വഹയിലൂടെ നാം അറിയിച്ചു തന്നിട്ടുണ്ട്. എന്റെ ഭാഗത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന വഹയിന്റെ മാധ്യമത്തോടെ ഒത്തിരി ചരിത്രങ്ങൾ അങ്ങേക്ക് നാം പറഞ്ഞു തന്നിട്ടുണ്ട്. അക്കൂട്ടത്തിലെ അഹ്സനുൽ ഖസസ് ഞാനൊന്ന് പറഞ്ഞു തരട്ടെയോ നബിയേ? അഹ്സനുൽ ഖസസ്, പെർഫെക്റ്റ് ഹിസ്റ്ററി. പെർഫെക്റ്റ് ഹിസ്റ്ററി, അങ്ങനത്തെ ഒരു ചരിത്രം ഇല്ല. ഏറ്റവും നല്ല ചരിത്രം ഖുർആൻ പറയാ. ഒരുപാട് ചരിത്രം കേട്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ വഹയിലൂടെ. എന്നാൽ വനഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക. അതിലെ ഏറ്റവും മുന്തിയ ചരിത്രം, ഉന്നതമായ ചരിത്രം, പൂർണ്ണമായ ചരിത്രം അങ്ങേക്ക് നാം പറഞ്ഞു തരട്ടെയോ? എന്നിട്ട് ഏത് ചരിത്ര പറയുന്നത്? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. ആ ചരിത്രം വളരെ സുദീർഘമാണ്. അതിന്റെ ക്ലൈമാക്സ് എന്താണ്? ആ ചരിത്രത്തിന്റെ ലാസ്റ്റിങ്, അതിന്റെ കാതൽ എന്താണ്? അത് പറഞ്ഞാൽ മതിയല്ലോ നമുക്ക്, അല്ലേ? എന്താണ് അതിന്റെ കാതലായ വശം? ഇതിപ്പോ ലവ് സ്റ്റോറിയാണ് പള്ളിയിലെ വിഷയം എന്ന് പറയണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഖുർആനാണ്. ഞാൻ ഈ കഥയില് ബൈബിളും അതുപോലെ തന്നെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ വായിച്ചു നോക്കുമ്പോൾ ഒരുപാട് വൃത്തികെട്ട പ്രയോഗങ്ങളാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ നേരെ പ്രയോഗിച്ചിട്ടുള്ളത്. നമ്മൾ അങ്ങോട്ടൊന്നും കയറണ്ട, തഫ്സീറുകളിലേക്കും പോകണ്ട. തഫ്സീറൊക്കെ ഒരുപാട് നീട്ടിപ്പരത്തി ചരിത്രം എഴുതിയിട്ടുണ്ട്, അങ്ങോട്ടും പോകണ്ട. നേരെ ഖുർആന്റെ ആയത്ത് അങ്ങനെ അർത്ഥം വെച്ച് പോവുക. എന്നിട്ട് നിങ്ങൾ ഇത് കേൾക്കൂ. എന്താ ഇതിലുള്ള അഹ്സനുൽ ഖസസ്? മാനവരെ, നിങ്ങൾക്കുള്ള പാടെന്താ? പൊട്ടങ്കിനറ്റിൽ തള്ളിയിട്ടതോ രാജാവായതോ സ്വപ്നം കണ്ടതോ അതൊന്നുമല്ല ഇതിന്റെ ക്ലൈമാക്സ്. പിന്നെന്താ? ഈ ചരിത്രത്തിന്റെ പ്രാധാന്യമർഹിക്കുന്ന ഭാഗം ഏതാണ്? അതാണ് നാം പഠിക്കേണ്ടത്, അതാണ് നാം അറിയേണ്ടത്. കൻആനിലെ പൊട്ടംകിനറ്റിൽ നിന്ന്, കൻആനിലെ
ജനവാസമില്ലാത്ത കാട്ടിലെ കിണറിൽ നിന്ന് ആ കിണറിൽ യൂസുഫ് നബിയുടെ സഹോദരന്മാർ അസൂയ മൂത്ത് കൊണ്ടുവന്ന് ആ കിണറ്റിലെറിഞ്ഞു. ആ കിണറിൽ നിന്ന് കച്ചവട സംഘം, യാത്രാ സംഘം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊക്കിയെടുത്തു, വാരിയെടുത്തു. അവർ നേരെ കൊണ്ടുപോയത് മിസ്രിലേക്കാണ്. മിസ്രിലെ ചന്തയിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവർ അടിമയായി വിറ്റു. ഇതൊക്കെ ഖുർആൻ ആയത്താട്ടോ, ഞാൻ ആ ആയത്ത് ഓതി പറയുമ്പോൾ നേരം വൈകും, അതുകൊണ്ട് അങ്ങോട്ട് പോവാക്ക. അടിമയായി വിറ്റു. വാങ്ങിയതാരാ? ഈ അടിമയെ വിറ്റപ്പോൾ ആ കച്ചവടത്തിൽ കൊണ്ട ആളാരാ? അസീസ് രാജാവാണ്. അസീസ് രാജാവ് നല്ല കാണാൻ ഭംഗിയുള്ള ചുറുചുറുക്കുള്ള ആരോഗ്യ ദൃഢഗാത്തനായ ആ അടിമയെ വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി, കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. തന്റെ പ്രിയതമയെ വിളിച്ചു, സുലൈഹ, ഇന്നാ ഒരു അടിമപ്പയ്യൻ. وقال الذي اشتراه من مصر لامرأته عسى أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا. എന്നിട്ട് ഭാര്യയോട് അസീസ് രാജൻ പറഞ്ഞത് അള്ളാഹു പറയുന്നു, മിസ്റിൽ നിന്ന് ഈ യൂസുഫിനെ വാങ്ങിച്ച ആൾ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭാര്യയോട് പറഞ്ഞു, അകിരിമീ മസ്വാ, ഇവനെ നീ പൊന്നുപോലെ നോക്കണേ, ഇവനെ നീ മാന്യമായി സംരക്ഷിക്കണേ. അവൻ നമുക്ക് ഉപകരിച്ചേക്കാം. അല്ലെങ്കിൽ അവനെ നമുക്ക് ദത്തുപുത്രനായി വളർത്താം, നമുക്ക് കുഞ്ഞായിട്ട് തന്നെ പരിഗണിച്ച് അവനെ വളർത്താം. സുലൈഹ അവനെ വാങ്ങി, അവനെ സ്വീകരിച്ചു, അടിമയായി വീട്ടിൽ നിർത്തി. പക്ഷേ യൂസുഫിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യത്തിൽ, യൂസുഫിന്റെ ആകർഷണീയമായ ആകാരഭംഗിയിൽ മതിമറന്ന സുലൈഹ പതുക്കെ പതുക്കെ യൂസുഫിനോടുള്ള അനുരാഗം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. സുലൈഹായുടെ മനം നിറയെ യൂസുഫ് നബി അലൈഹിസ്സലാം കടന്നു ചെന്നു. അങ്ങനെ എന്താ ഉണ്ടായത്? അങ്ങനെ ആദ്യം എന്താ പെണ്ണ് ചെയ്യുക? ആകർഷിക്കാനുള്ള പണി ചെയ്തു. എന്നിട്ട് ആകർഷിക്കുന്നില്ലെങ്കിൽ കുറച്ചൊരു ഉളുപ്പില്ലാത്ത പെണ്ണാണെങ്കിൽ പറഞ്ഞു, അല്ലെ? ഇങ്ങനെയല്ല ചെയ്യാം. പറഞ്ഞിട്ടും ആകർഷിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടും വായ കൊണ്ട് തുറന്നു പറഞ്ഞിട്ടും പിന്നെ നടപടിയില്ലെങ്കിൽ പിന്നെ അവിടെ ബലപ്രയോഗമാണ് ലാസ്റ്റുള്ളത്. ഈ മൂന്ന് കാര്യവും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഖിസ്സയിൽ നടന്നു, അല്ലേ? കൊട്ടാരത്തിൽ പരിചരിച്ചു, ഭർത്താവിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്തു. അടിമയെന്ന നിലക്കല്ല, സ്വന്തം പുത്രൻ എന്ന നിലയിൽ. എന്നിട്ടോ യൂസുഫിൽ ആകൃഷ്ടയായ സുലൈഹ പയ്യെ പയ്യെ കിണിവെച്ചു തുടങ്ങി. അള്ളാഹു പറയുന്നു അതിനുള്ള ഭാഷ, വറാവദത്തുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സി വഗല്ലഖത്തിൽ അബ്വാബ് വഖാലത് ഹൈത ലക് ഖാല മഅദല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മസ്വായ ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമൂൻ ഇന്നഹു ലാ യുസ്ലിഹുൽ ളാലിമൂൻ. എന്താ പറഞ്ഞത്? വറാവദത്തുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ, യൂസുഫ് നബി അലൈഹിസ്സലാം ആരുടെ വീട്ടിലാണോ ഉള്ളത് ആ വീട്ടിലെ നായിക, ആ വീട്ടുകാരി പതുക്കെ കെണിവെച്ചു തുടങ്ങി. എന്നിട്ടോ ഒരു ദിവസം പുറത്താരുമില്ലെന്ന് മനസ്സിലാക്കിയ ഒരു ദിവസം എല്ലാ വാതിലും അവൾ പോയി കുറ്റിയിട്ടു, സാക്ഷയിട്ടു. അള്ളാഹു പറയുന്നു എല്ലാ വാതിലും അടച്ചിട്ട് അവള് പറഞ്ഞു, യൂസഫേ ഹൈതലക്, സ്വാഗതം, മർഹബ, വാ ഇവിടെ വാ. അപ്പൊ യജമാനത്തി വിളിച്ചാ ഇവിടെ വാന്ന് പറഞ്ഞ് വിളിച്ചാ പോകുമല്ലോ, കാര്യം എന്താന്ന് എങ്കിലും അന്വേഷിക്കാൻ പോകുമല്ലോ. ഈ വിളിയുടെ ശൈലി
യൂസുഫ് നബി അലൈഹിസ്സലാമിന് മനസ്സിലായിട്ട് ഖാല, ഉടനെ അതിനു പറഞ്ഞ മറുപടി, അല്ലാഹുവിങ്കൽ ഈ പാവപ്പെട്ട യൂസുഫ് ശരണം പ്രാപിക്കുന്നു, അല്ലാഹുവിൽ കാവൽ തേടുന്നു. മആദല്ലാ. എന്തുകൊണ്ട് ഇന്നഹു റബ്ബീ, ആ റബ്ബാണ് എന്നെ പോറ്റുന്നവൻ, ആ റബ്ബാണ് എന്നെ വളർത്തുന്നവൻ, ആ റബ്ബാണ് എന്റെ സുഖദുഃഖങ്ങൾ തീരുമാനിക്കുന്നവൻ, വിധിക്കുന്നവൻ. എന്റെ റബ്ബവനാണ്. അഹ്സന മസ്വായ, എനിക്ക് ഉന്നതമായ സ്ഥാനം തന്നതവനാണ്. കൻആനിലെ ആൾവാസമില്ലാത്ത, ജനം കടന്നു വരാത്ത ഒരു മേഖലയിൽ, ഒരു കാട്ടിലെ കിണറ്റിൽ കിടന്ന് ദാഹം സഹിച്ച്, വിശപ്പ് സഹിച്ച്, പട്ടിണി കിടന്ന് മരിച്ചു പോകേണ്ടവനായിരുന്നു ഈ യൂസുഫ്. കന്നാനിലെ കിണറ്റിൽ ആരും ആ ഭാഗത്തേക്ക് വരൂല. ആ കിണറിൽ കിടന്ന് മരിക്കേണ്ടവനായിരുന്നു ഈ യൂസുഫ്. ഈ യൂസുഫിനെ അള്ളാഹു അവിടെ നിന്ന് പൊക്കിയെടുത്ത് രാജകൊട്ടാരത്തിലെ മകനാക്കിയിരിക്കുന്നു. അഹ്സന മസ്വായ, എന്നേക്ക് ഉന്നതമായ സ്ഥാനം തന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി ഞാൻ ഈ നിങ്ങൾ വിളിക്കുന്ന കാര്യത്തിലേക്ക് കടന്നു വന്നാൽ ഒരിക്കലും ലാലിമുകൾ രക്ഷപ്പെടുകയില്ല. അള്ളാഹുവിന്റെ പൊരുത്തം അവരുടെ നേരെയുണ്ടാവുകയില്ല. എന്നെ അതിലേക്ക് ക്ഷണിക്കരുത് യജമാനത്തി. വെല്ലങ്ങോട്ട് മാറി നിന്നു. ആദ്യം സുലൈഖ ബീവി ആകർഷിക്കാനുള്ള പണി നോക്കിയ ആ ഭാഗത്തേക്ക് യൂസുഫ് നബി തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ ഇതിങ്ങനെ വിളിച്ചപ്പോ പറഞ്ഞ മറുപടി ഇതാണ് വിളിച്ചപ്പോ പറഞ്ഞ മറുപടി. അള്ളാഹ് പറയാ, ഇതിനിടയിലൊരു മുഴത്തരിലായ ജുംല, ഇതിലിടയിൽ കയറിയിട്ട്, ഈ ചരിത്രത്തിന്റെ ഇടയിൽ കയറിയിട്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യം. എന്താ പറയുന്നത്? വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബി ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. വലഖദ് ഹമ്മത് ബിഹി, സുലൈഖ മനസ്സിൽ പ്ലാൻ ചെയ്തു യൂസുഫിനെ പ്രാപിക്കാൻ. വലഖദ് ഹമ്മത് ബിഹി, സുലൈഖ മനസ്സിൽ തീരുമാനമെടുത്തു യൂസുഫിനെ പ്രാപിക്കാൻ. വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബി, എന്നാൽ യൂസുഫ് അവരെ പ്രാപിക്കാനും കൊതിക്കുമായിരുന്നേനെ. യൂസുഫ് സുലൈഖയെ ആശിക്കുമായിരുന്നേനെ. വ്യഭിചാരം അവിടെ നടക്കുമായിരുന്നേനെ. എന്റെ ബുർഹാന്, എന്റെ ദൃഷ്ടാന്തം യൂസുഫ് നബി കണ്ടില്ലായിരുന്നുവെങ്കിൽ, മനസ്സിലായില്ല? എന്റെ ബുർഹാന് യൂസുഫ് നബി കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ, എന്റെ ബുർഹാന് നേരിട്ട് അനുഭവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ യൂസുഫ് നബിയും കുടുങ്ങും. അള്ളാഹു പറയാം. എന്താണ് ആ ബുർഹാൻ? ഹൃദയത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. ഐനല്ലാഹ്, സ്വഹാബത്ത് പുന്നാര നബിയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ടല്ലോ, ഹദീസിൽ അത് പ്രസിദ്ധമാണ്. മുത്ത് നബിയെ, നമ്മുടെ തമ്പുരാൻ എവിടെയാണിരിക്കുന്നത്? നമ്മുടെ തമ്പുരാൻ ആകാശങ്ങളിലാണോ അതോ നമ്മുടെ റബ്ബ് ഭൂമിയിലാണോ? റബ്ബിന്റെ ഇരിപ്പിടം എവിടെയാണ് മുത്ത് നബിയെ എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്ന മറുപടി വസിയ കുർസിയുഹുസ് സമാവാതി വൽ അർള്, അവന്റെ ഇരിപ്പിടം ആകാശ ഭൂമികളെ വ്യാപിച്ചു കിടക്കുകയാണ്, എവിടെയും ഉണ്ടവൻ. ഈ ഖുർആനിക മറുപടി പറയാതെ അവർക്ക് കൊടുത്ത മറുപടി ഫീ ഖുലൂബി ഇബാദിഹിൽ മുഅ്മിനീൻ, അല്ലാഹുവിൽ വിശ്വസിച്ച സത്യസന്ധന്മാരുടെ ഹൃദയത്തിലാണ് അല്ലാഹുവിന്റെ ഇരിപ്പിടം. മുഅ്മിനുള്ള ഈമാനുള്ള ആൾക്കാരെ ഖൽബിൽ അല്ലാഹ് ഇരിക്കുകയാണെന്ന് പറഞ്ഞാല് ആ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം, ആ അല്ലാഹുവിനോടുള്ള സ്നേഹം, ആ അല്ലാഹുവിന്റെ ദിക്റുകൾ നിറഞ്ഞ അന്തരീക്ഷം, അതാണ് റബ്ബിന്റെ ബുർഹാൻ. നബിമാർക്ക് അല്ലാഹു അത് ധാരാളം നൽകിയിട്ടുണ്ട്. ആ ഉറച്ച ബോധം യൂസുഫ് നബിക്കില്ലായിരുന്നുവെങ്കിൽ വഹമ്മ ബിഹാ, പെട്ടുപോകുമായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. അപ്പൊ നമ്മൾ അള്ളാഹിനോട് തേടേണ്ടത് എന്താ? പടച്ചോനെ വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കല്ലേ എന്ന് ദുആ ചെയ്യുന്നതിലുപരി
അതിനേക്കാൾ നമ്മൾ എന്തിനാ അധ്വാനിക്കേണ്ടതും ദുആ ചെയ്യേണ്ടതും? ഈ ബുർഹാന് കൊണ്ട പഠിച്ചവനെ, ഈ ബുർഹാൻ യൂസുഫ് നബി അലൈഹി സ്വലാമിന് കിട്ടിയ ബുർഹാൻ. മുഫസ്സിറുകൾ പല ചരിത്രവും എഴുതി വെച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ സ്വഹാബിയാണ്. സ്വഹാബി പറയും, ഈ ബുർഹാൻ എന്തായിരുന്നു അറിയോ? യൂസുഫ് നബി അങ്ങനെ ക്ഷണിച്ചപ്പോ മുസ്സില ലഹു യഅഖൂബു അലൈഹിസ്സലാം, അല്ലാഹു യൂസുഫ് നബിയുടെ മുമ്പിൽ രൂപമുണ്ടാക്കി, രൂപാന്തരപ്പെടുത്തി. യാക്കൂബ് നബിയുടെ രൂപം കാണിച്ചു കൊടുത്തു. ഫളറബ സദ്റഹു, എന്നിട്ട് യൂസുഫ് നബിയുടെ നെഞ്ചത്തടിച്ചു പറഞ്ഞു, മോനെ ഇത്തഖില്ല, പടച്ചോനെ പേടിച്ചോ. രാജ്ഞി വിളിച്ചാൽ രാജാത്തിയുടെ വിളി കേട്ടിട്ട് പടച്ചോനെ പേടിച്ചോ മോനെ എന്ന് പറഞ്ഞ് യാക്കൂബ് നബിയുടെ രൂപം അള്ളാഹു കാണിച്ചു കൊടുത്തു. ആരാ പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. മുസ്സിലഹു യാക്കൂബ്, യാക്കൂബ് നബിയുടെ രൂപം കാണിച്ചു കൊടുത്തു. ഫളറബ സദ്റഹു, യൂസുഫ് നബിയുടെ നെഞ്ചത്തൊരു അടി കിട്ടി ഉപ്പാന്റെ. അതല്ലേ ഖുർആൻ പറഞ്ഞത്, പടച്ചവന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടി വരുമെന്ന ഭയമുള്ള ആളുകൾ, ഉന്നതമായ റബ്ബിന്റെ മഖാം ഭയപ്പെടുന്ന ആളുകൾ, പടച്ചവന്റെ സ്ഥാനം മനസ്സിലാക്കിയ ആളുകൾ, എന്നിട്ട് വനഹൻ നഫ്സ അനിൽ ഹവാ, എന്നിട്ട് മനസ്സിലെ ദുഷിച്ച ചിന്തകളിൽ നിന്ന് മാറി നിന്നു. വ്യഭിചാരത്തിൽ നിന്ന് മാറി നിന്നു, കള്ളുകുടിയിൽ നിന്ന് മാറി നിന്നു, പലിശയിൽ നിന്ന് മാറി നിന്നു, കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിന്നു. എന്തിന്? ജനങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല, നാണക്കേടല്ലേ എന്നോർത്തുകൊണ്ട് മാറി നിന്നതല്ല, ജനം കണ്ടാൽ മോശമല്ലേ എന്ന് വിചാരിച്ചല്ല, ജനങ്ങളെ പേടിച്ചല്ല. പിന്നെയോ ഖാഫ മഖാമ റബ്ബി, പടച്ചവന്റെ മുന്നിൽ ചെന്നു നിൽക്കേണ്ടി വരുമെന്ന ഭയത്താൽ ഒരാൾ വൃത്തികെട്ട കാര്യങ്ങളിൽ നിന്നു മാറി നിന്നാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവർക്കാണ് അഭയകേന്ദ്രം സ്വർഗം. അല്ലാഹു സ്വർഗത്തിന്റെ മെമ്പർമാരാക്കി സ്വീകരിക്കുമാറാകട്ടെ. അവർക്കാകുന്നു മഅ്വാ, അഭയകേന്ദ്രം. ഏതായാലും ഈ ബുർഹാൻ, ഈ ഉറച്ച വിശ്വാസം, അല്ലെങ്കിൽ ഈ കാഴ്ച നാം യൂസുഫ് നബിക്ക് കാണിച്ചു കൊടുത്തില്ലായിരുന്നുവെങ്കിൽ വഹമ്മ ബിഹാ, യൂസുഫ് നബി പെട്ടുപോകുമായിരുന്നേനെ. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, ഖുർആനിന്റെ വക്താക്കളെ, പ്രവാചകന്റെ ഉമ്മത്തുകളെ, വർത്തമാനകാലത്ത് ജീവിക്കുന്ന വിശ്വാസികളെ, നിങ്ങൾ ഈ ബുർഹാൻ കിട്ടാൻ അധ്വാനിക്കണമെന്നാണ് റബ്ബ് പഠിപ്പിക്കുന്നത്. ലൗകഥ പറയല്ല, പ്രേമകഥ പറയാനല്ല അല്ല ഈ ചരിത്രം എടുത്ത് വെച്ചത്. പിന്നെ ഈ ബുർഹാൻ കിട്ടാൻ വേണ്ടി അധ്വാനിച്ചോളൂ. എന്നാ കുടുങ്ങൂല, നിങ്ങൾ പിടിച്ചങ്ങോട്ട് നിൽക്കും, നിങ്ങളെ കാല് വഴുതൂല. പക്ഷേ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, നമുക്ക് ചില സെലക്റ്റഡ് അടിമകളുണ്ട്. അള്ളാഹു പറയുന്നു, നമുക്ക് ചില തിരഞ്ഞെടുക്കപ്പെട്ട അടിമകളുണ്ട്. ഞാൻ തിരഞ്ഞെടുത്ത കുറച്ച് അടിമകള്, ആ അടിമകളെ ഞാൻ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കും. പ്രവാചകന്മാർ മഅ്സൂമീങ്ങളാണ്, പാപ സംശുദ്ധരാണ്. എന്നാൽ പ്രവാചകന്മാരല്ലാത്ത ചില മുഅ്മിനീങ്ങളുണ്ട്, അവർ മഹ്ഫൂദീങ്ങൾ എന്ന് പറയുന്ന ഒരു വർഗം. അള്ളാഹ് കാക്കും, കുറ്റത്തേക്ക് പോകാതെ അള്ളാഹ് കാക്കും. മഹ്ഫൂദീങ്ങൾ, അവർ നബിമാരല്ല, ഔലിയാക്കളും സിദ്ദീഖീങ്ങളും സാലിഹീങ്ങളും. അള്ളാഹു ആ നിലയിലുള്ള ഹിഫ്ള് നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ തുടർന്ന് ഈ ചരിത്രം അള്ളാഹു കണ്ടിന്യൂ ചെയ്യുന്നു. തുടർന്ന് പറയാണ് അള്ളാഹു, പിന്നെന്താ അവിടെ ഉണ്ടായത്? ഇപ്പൊ പറഞ്ഞു, എന്താ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചപ്പോ പടച്ചോനെ പേടിച്ച് തനിക്കാലെ എന്നെ പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ അവിടെ മൽപിടുത്തമാണ്, അവിടെ ബലപ്രയോഗമാണ് നടക്കുന്നത്. സുലൈഹ ഒറ്റപ്പിടുത്തമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വസ്ത്രത്തിന്റെ പിറകിൽ കേറി അങ്ങ് പിടിച്ചു. മഹാനായ ആ പ്രവാചകൻ കുതറി ഓടി. എങ്ങോട്ടാ ഓടുന്നത്? വാതിലിന്റെ ചാരത്തേക്ക് ഓടുന്നു. വാതിൽ തുറന്ന് പുറത്ത് ചാടി രക്ഷപ്പെടാൻ. മുന്നിൽ യൂസുഫ് നബിയും പിറകിൽ സുലൈഖയുമായി ഓടുന്നു. ആ ഓട്ടം അല്ല പറയുന്നു, വസ്തബഖൽ ബാബ് വഖദ്ദത് ഖമീസഹു മിൻ ദുബുർ വഅൽഫ യാ സയ്യിദഹാ ലദൽ ബാബ്. എന്തൊരു പ്രയോഗം! ആ ഓട്ടം അല്ല പറയാൻ. വസ്തബഖൽ ബാബ്, യൂസുഫ് മുന്നിലും സുലൈഖ പിന്നിലുമായി വാതിൽക്കലേക്ക് ഇരുവരും ഓടി.
വഖദ്ദത് ഖമീസഹു മിൻ ദുബുരിൻ, യൂസുഫിന്റെ ഖമീസ് നീളം കുപ്പായം അവൾ പിറകിൽ നിന്ന് വലിച്ചു പിടിച്ച് കീറിക്കളഞ്ഞു. അങ്ങനെ ഓടി വാതിൽക്കലെത്തിയപ്പോ മുന്നില് തട്ടി തപ്പാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി യൂസുഫ് നബി ഓടുന്നു, പിറകിൽ പിടിക്കാൻ വേണ്ടിയിട്ട് സുലൈഖി ഓടുന്നു. രണ്ടാളും വാതിൽക്കലെത്തിയപ്പോ സുബ്ഹാനല്ലാഹ് അസീസ് രാജാവ് വരുന്നു. ഇവിടെ എന്ത് സംഭവിക്കും? രണ്ടാളും പിടിമ്പലിയാണ്. യൂസുഫിന്റെ കുപ്പായത്തെ പിടിച്ച് രണ്ടാളും കിതച്ചോടിയിട്ട് വാതിൽക്കലെത്തിയപ്പോ അസീസ് രാജാവ് വാതിൽ തുറക്കുന്നു. അപ്പൊ എന്താ അവിടെ സംഭവിക്കുക? അള്ളാഹ് പറയാണ്, പെണ്ണ് അവളെ തനിനിറം അവിടെ കാട്ടി, സൂക്ഷിച്ചോ. നിങ്ങൾ ചിലപ്പോ ആശിച്ചു ആഗ്രഹിച്ചു ഒന്നും പോയതാവൂല. അവൾ ഒരുക്കിയ കെണിയിലേക്ക് നിങ്ങൾ അപ്പം തിന്നാൻ പോയതായിരിക്കും. പേട്ട് കഴിഞ്ഞാലോ അവൾ പെടുത്തും നിന്നെ. അള്ളാഹ് പറയുന്നു, പെണ്ണ് ചതിക്കും. പെണ്ണിന്റെ ചതി കുതന്ത്രം കഠിന കഠോരം, അതിഭയങ്കരം തന്നെ. രണ്ടുപേരും വാതിൽക്കലെത്തിയപ്പോ കണ്ടല്ലോ രാജൻ, ഭർത്താവ് കണ്ടല്ലോ, അടിമപ്പയ്യനുമായിട്ടുള്ള ഇടപാട് കണ്ടല്ലോ. കണ്ടപ്പോ എന്താണ് ആ പെണ്ണ് പറഞ്ഞത്? ഖാലത് മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂആ ഇല്ലാ അൻ യുസ്ജന ഔ അദാബുൽ അലീം. ഇവൻ എന്നെ കേറി പിടിച്ചു എന്നല്ല പറഞ്ഞത്, ഇവൻ എന്നെ ശല്യം ചെയ്യുന്നു എന്നുമല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? കാലത്ത് അവൾ പറഞ്ഞു, അങ്ങയുടെ ഭാര്യയെ ശല്യം ചെയ്ത ആൾക്കുള്ള ശിക്ഷ എന്താന്ന് പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അങ്ങയുടെ ഭാര്യയെ കുറിച്ച് ദുഷിച്ചത് ആലോചിക്കുകയും അങ്ങയുടെ ഭാര്യയെ അനാവശ്യമായി ചിന്തിക്കുകയും അനാവശ്യത്തിന് ക്ഷണിക്കുകയും വൃത്തികെട്ടത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത ആൾക്കുള്ള ശിക്ഷ എന്ത് ഭർത്താവേ? മാ ജസാഉ മൻ അറാദ ബി അഹ്ലിക സൂആ. എന്നിട്ട് രാജ്ഞി പറയാണ്, ശിക്ഷയും പറഞ്ഞു കൊടുക്കണ്ടേ, രണ്ട് ഓപ്ഷൻ. ഇല്ലാ അൻ യുസ്ജന ഔ അദാബുൽ അലീം. ജയിലിലടക്കാം നമുക്ക്, അല്ലെങ്കിൽ നല്ല പ്രഹരം കൊടുക്കാം, നല്ല അടി കൊടുക്കാം, നല്ല വേദനിപ്പിച്ചു വിടാം, അല്ലെങ്കിൽ ജയിലിലടക്കാം. സുബ്ഹാനല്ലാഹ്. മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം ഖാല ഹിയ റാവദതിനി അൻ നഫ്സി. നിരപരാധിയായ ആ പ്രവാചകൻ അസീസ് രാജാവിനോട് ധൈര്യസമേതം പറഞ്ഞു, ഖാല ഹിയ റാവദത്നി അൻ നഫ്സി. യജമാന, ഞാനല്ല കേട്ടോ എന്നെ കെണിയൊരുക്കി പിടിക്കാൻ ശ്രമിച്ചത്, എന്റെ വസ്ത്രത്തിൽ കയറി പിടിച്ചത് ഇവരാകുന്നു, നിങ്ങളുടെ ഭാര്യയാകുന്നു, എന്റെ യജമാനത്തിയാകുന്നു, ഞാൻ നിരപരാധിയാകുന്നു. തർക്കായ ഇന്നത്തെ കോടതി പെണ്ണിന്റെ ഒപ്പം നിൽക്കും, സ്ത്രീ പീഡനം നിൽക്കും. പുരുഷ പീഡനം കോടതി കാണുന്നില്ലല്ലോ. ഇവിടെ പുരുഷ പീഡനം നടക്കുന്നുണ്ട്, സത്യമായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ പച്ചക്ക് പോടുന്നത് പറഞ്ഞാൽ ഇനി അടുത്ത ആഴ്ച അതിന് മറുപടി പറയേണ്ടി വരുന്നത് കൊണ്ട് അതിന് ഉദാഹരണം പറയുന്നില്ല. പുരുഷ പീഡനം നടക്കുന്നുണ്ട്. ഈ നിലയിൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ചപ്പോ യൂസുഫ് നബി പറഞ്ഞു, ഞാനല്ല, എന്നെ കേറി പിടിച്ചു. സുലൈഖ പറഞ്ഞു, എന്നെ കേറി പിടിച്ചതാണ്. വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ. ഖുർആൻ പറയുന്നു, തർക്കമായപ്പോ, വിഷയം സങ്കീർണമായപ്പോ സുലൈഖയുടെ ഒരു ബന്ധു, ബുദ്ധിമാനായ ഒരു ബന്ധു വന്നു. ആ കുടുംബത്തിലെ സുലൈഖയുടെ രാജ്ഞിയുടെ ഒരു ബന്ധു വന്നിട്ട് അവിടെ അഭിപ്രായം പറഞ്ഞു, മധ്യസ്ഥനായി കയറി വന്നു. എന്താ മധ്യസ്ഥൻ അവിടെ പറയാനുള്ളത്? വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ. സുലൈഖയുടെ അഹ്ലിൽപ്പെട്ട, കുടുംബത്തിൽപ്പെട്ട ഒരു സാക്ഷിയാകാൻ പറ്റുന്ന ഒരു മധ്യസ്ഥൻ അവിടെ വന്നു. വന്നിട്ടോ, ഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ ഫസദഖത് വഹുവ മിനൽ കാദിബീൻ വഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ ഫകദബത് വഹുവ മിനസ് സാദിഖീൻ. എന്താ മധ്യസ്ഥന് പറയാനുള്ളത്? ഇവിടെ ഇപ്പൊ കുപ്പായം കീറിയിട്ടുണ്ടല്ലോ, ഉവ്വാ.
ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ, യൂസുഫിന്റെ വസ്ത്രം മുൻവശത്താണ് കീറിയതെങ്കിൽ ഫസദഖത്ത്, സുലൈഖ പറഞ്ഞതാണ് സത്യം, അവൾ സത്യവതിയാണ്. വഹുവ മിനൽ കാദിബീൻ, യൂസുഫ് കള്ളനാണ്. വ ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ, യൂസുഫിന്റെ കീറൽ വസ്ത്രത്തിന്റെ പൊട്ടൽ പിറകു വശത്താണെങ്കിൽ ഫകദബത്ത്, അവൾ പറഞ്ഞത് കളവാണ്. വഹുവ മിനസ് സാദിഖീൻ, യൂസുഫ് പറഞ്ഞതാണ് സത്യം. അസീസ് രാജാവ് പിന്നെ നോക്കിയില്ല, കുപ്പായം കൊണ്ടേ. ഇവിടെ ബൈബിള് പറയുന്നുണ്ട് സുലൈഖ കേറി പിടിച്ച കുപ്പായത്തിൽ, ഇത് നീളം കുപ്പായ, ബട്ടനൊക്കെ ഒന്നായിട്ടുള്ളത്. അപ്പൊ യൂസുഫ് നബി എന്ത് ബട്ടന് പതുക്കെ കഴിച്ചിട്ട് നഗ്നനായിട്ട് ഓടിയെന്നാണ്. എന്തിനാ അങ്ങനെ നഗ്നനാക്കേണ്ട കാര്യം? അങ്ങനെ നഗ്നായ ഓടി കുപ്പായം കീറൂലല്ലോ. കീറിപ്പൊളിഞ്ഞ് ഓടേണ്ടി ഗതികേട് വന്നത് എന്തുകൊണ്ടാണ്? വസ്ത്രത്തോടുകൂടെ ഓടിയോണ്ടാണ്, അല്ലെ? ഈ അസീസ് രാജാവ് വസ്ത്രത്തിലേക്ക് നോക്കിയപ്പോ ഫലമ്മാ റആ ഖമീസഹു ഖുദ്ദ മിൻ ദുബുർ ഖാല ഇന്നഹു മിൻ കൈദികുൻ ഇന്ന കൈദകുന്ന അളീം. യൂസുഫിന്റെ വസ്ത്രം പിറകിലാണ് കീറിയത് എന്ന് കണ്ട, പിറകിൽ കീറൽ കണ്ട അസീസ് രാജാവ് പറഞ്ഞു, ഇന്നഹു മിൻ കൈദികുന്ന, ഇത് പെണ്ണിന്റെ കുതന്ത്രമാണ്, പെണ്ണിന്റെ കെണിയാണ്, പെണ്ണിന്റെ ചതിയാണ്. ഇന്ന കൈദകുന്ന അളീം, പെണ്ണിന്റെ കൈത വല്ലാത്ത കൈതയാണ്. ഇന്ന കൈദകുന്ന അളീം, അവരെ ചതിണ്ടല്ലോ, കെണി ഭയങ്കര. അല്ലാഹ് പറയാട്ടോ, ആരുടെ വാക്ക്? അസീസ് രാജാവിന്റെ വാക്ക്. പറയാൻ പറ്റിയ വാക്കേ അല്ലാഹ് പറയുള്ളൂ. അബൂജാഹിൽ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു. ഇന്ന കൈദകുന്ന അളീം, ഇത് പെണ്ണിന്റെ കൊടുംവഞ്ചനയാണ്. ഇവിടെ സത്യവാൻ യൂസുഫ് തന്നെയാണ്. അതുകൊണ്ട് രാജൻ തുടർന്ന് പറയുന്നത്, ഖുർആൻ തുടർന്ന് പറയുന്നു, യൂസുഫ് അഅ്രിൽ അൻ ഹാദാ വസ്തഗ്ഫിരി ലിദംബികി ഇന്നകി കുന്തി മിനൽ ഖാതിഈൻ. യൂസുഫ് അഅ്രിൽ അൻ ഹാദാ, മോനെ യൂസുഫേ നീ അത് മൈൻഡ് ചെയ്യല്ലേ പ്ലീസ്. യൂസുഫ് അഅ്രിൽ അൻ ഹാദാ, യൂസുഫേ അതിൽ നല്ല ശ്രദ്ധ തിരിച്ചേക്ക്, സാരല്ല, അത് സോൾവ് ആക്കാം നമുക്ക്, അത് മാറി, അവിടുന്ന് മാറി നിന്നേക്ക്, നീ മാറിപ്പോ. എന്നിട്ടോ ഇപ്പുറത്തേക്ക് ഭാര്യയെ നോക്കിയിട്ട് അസീസ് രാജാവ് ഒരു മാന്യനാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിപ്പോ അത്രയൊന്നും വേണ്ട, വീട്ടിന്റെ പരിസരത്തിലൂടെ ആരെങ്കിലും നടന്നത് കേട്ടാ തൊലാക്കാണ്. ഇപ്പൊ ഒരു കച്ചറ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ? ഡൈവേഴ്സ് ചെയ്യല്ലാതെ മാർഗമല്ല. പള്ളി കമ്മിറ്റി ഇടപെട്ടു, നാട്ടിലെ കാരണവന്മാർ ഇടപെട്ടു, ഇരു കുടുംബത്തിലെയും നേതാക്കന്മാർ കാരണവന്മാർ ഇടപെട്ടു. നടക്കൂല, അവളെ പൊറുക്കാൻ പറ്റൂല. എന്തേ കേസ്? എനിക്കിഷ്ടല്ലാത്ത ആള് വീടിന്റെ മുറ്റത്ത് കൂടെ പോയി. ഇവിടെ ഈ പരിസരത്ത് ഇപ്പൊ നടക്കുന്നുണ്ട് കേസ്. എനിക്കിഷ്ടല്ലാത്ത ആള് വീടിന്റെ മുറ്റത്തിലൂടെ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് പറ്റൂല, എനിക്ക് പൊറപ്പിക്കാൻ പറ്റൂല. ഇത് ഇസ്ലാം പാഠം പഠിപ്പിക്കുക. അത്തരത്തിലുള്ള പുരുഷന്മാരെ, പുരുഷവർഗത്തെ, പാവപ്പെട്ട പെണ്ണിനെ ഇത്തരം കാരണങ്ങൾ പറഞ്ഞ് കണ്ണീര് കുടിപ്പിച്ചാൽ നിന്റെ ദുനിയാവിലെ ജീവിതം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നിറച്ചതാകുന്നത് നീ ഭയന്നോ? പരീക്ഷണം ഇവിടെ തന്നെ കിട്ടും, അടി ഇവിടെ തന്നെ കിട്ടും, ഭയന്നോ? വ്യക്തമായ തെളിവില്ലാതെ പിശാചിന്റെ വസ്വാസ് കേട്ടിട്ടൊന്നും നീ അത് ചെയ്യരുത്. അസീസ് രാജാവിന് വളരെ പച്ചക്ക് കണ്ടതാണല്ലോ, കണ്ണില് ബോധ്യപ്പെട്ടതാണല്ലോ. ഈ ചരിത്രം അല്ലാഹ് നമുക്ക് പറഞ്ഞു തരാൻ. ഇങ്ങനെ മാതല്ല, അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരികയാണെങ്കിൽ വരാതിരിക്കട്ടെ. സ്വന്തം ഭാര്യയില് ഇങ്ങനൊരു സംഭവം വരാതിരിക്കട്ടെ ഒരാൾക്കും. വന്നാ പിന്നെ പിള്ളേരെ തള്ളേന്നൊന്നും നോക്കൂല, അങ്ങോട്ട് പിരിച്ചുവിടും. അങ്ങനെ ഉണ്ടാവുക, മനുഷ്യൻ അങ്ങനെ ചെയ്യുള്ളൂ. പക്ഷെ ഈ അസീസ് രാജാവ് ചെയ്ത സംഗതി അല്ലാഹ് പറഞ്ഞുതരാം. അതിലുണ്ടൊരു പാഠം. നീ ഭാര്യ അങ്ങനെ ചെയ്തോലെ ആരും ആക്ഷൻ എടുക്കരുത്, ഡൈവോഴ്സ് ചെയ്യരുതെന്ന് മുസ്ലിയാർ പ്രസംഗിച്ചു. ഇത് കേൾക്കുന്ന സഹോദരിമാർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ഇഷ്ടം പോലെ എമ്പാടും ഈ കുറ്റകൃത്യം ചെയ്യും. അങ്ങനെയൊന്നും ഇല്ലട്ടോ. ഇതിന് മറുവശം വായിക്കണ്ട. അല്ലാഹ് പറയുന്നു ഈ പാടെന്താ? പെണ്ണെ, നിന്റെ കയ്യിലാണ് പാപമുള്ളത്, നീ പൊറുക്കലിനെ തേടിക്കോ, നീ പശ്ചാത്തപിച്ച് മടങ്ങിക്കോ. ഇന്നകി കുന്തി മിനൽ ഖാതിഈൻ, പിഴവ് നിന്റെ അടുത്താ പറ്റിയത്, തെറ്റ് നിന്റെ അടുത്താ പറ്റിയത്. അതുകൊണ്ട് ഫസ്തഗ്ഫിരി ലിദംബികി, അല്ലാഹുവിനോട് നീ പൊറുക്കലിനെ തേടിക്കോ, അല്ലാഹു പൊറുക്കും. അങ്ങനെ ഇത് വല്ല സ്വകാര്യമായി കൈകാര്യം ചെയ്യാനാണ് അസീസ് രാജാവ് വിചാരിച്ചത്. ആരും അറിയാതെ സ്വകാര്യമായിട്ട് കൊട്ടാരത്തിൽ തന്നെ ഒതുക്കി തീർക്കാൻ. പക്ഷേ കൊട്ടാരത്തിൽ ഒതുങ്ങിയില്ല, ആ നാട്ടിൽ പാട്ടായി. ഈ വക വാർത്തക്കല്ലെങ്കിലും നാടുകളിൽ വലിയ സർക്കുലേഷൻ ആയിരിക്കുമല്ലോ.
ഇത് എത്തിച്ചു കൊടുക്കുന്ന പ്രബോധകന്മാർ ആരാ? പെണ്ണുങ്ങളാണ്. പ്രത്യേകിച്ച് അവരെ ചെവി കേട്ടിട്ട് കണക്കായി. അള്ള പറയാണ് വഖാല നിസ്വത്തും ഫിൽ മദീന. ആ പട്ടണത്തിലുള്ള പെണ്ണുങ്ങളൊക്കെ പറയാൻ തുടങ്ങി, ഇമ്രഅത്തുൽ അസീസി തുറാവിദു ഫതാഹ. രാജാത്തി കൊട്ടാരത്തിലെ ഭൃത്യന്റെ പിറകെ ഓടുകയാണ്. മാത്രല്ല വഖദ് ശഗഫഹാ ഹുബ്ബ. അവനോടുള്ള അനുരാഗം കൊണ്ട് അവളെ സമനില തെറ്റിപ്പോയിട്ടുണ്ട്. ഖുർആൻ. ഇതാകെ പാട്ടായി, നാട്ടില് പാട്ടായി, പ്രശ്നമായി. പിന്നെന്താ സംഭവിക്കുന്നത്? ചരിത്രത്തിന്റെ ക്ലൈമാക്സ് എത്തിയിട്ടില്ല, അതിന്റെ ഗുണപാഠത്തിന്റെ അതിന്റെ ലാസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടില്ല. ഇവിടെയൊക്കെ പിടിച്ചു നിന്ന യൂസുഫ് നബി ഇനി വൻ ദുരന്തത്തിൽ, ഇതിന്റെ വലിയ കുഴിയുടെ, ഈ കുറ്റത്തിന്റെ മഹാകുഴിയുടെ വക്കത്ത് പിന്നെയും എത്തുന്നുണ്ട്. എത്തുമ്പോൾ അവിടുന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. യൂസുഫ് നബി അലൈഹി സ്വലാം രക്ഷപ്പെടുന്നുണ്ട്. അത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് ആ മേഖല യൂസുഫ് നബി മാത്രമല്ല, മുൻഗാമികളില്, സ്വഹാബത്തിന്റെ കൂട്ടത്തില്, താബിഉകളുടെ കൂട്ടത്തില്, ഔലിയാഇന്റെ കൂട്ടത്തില് ഒത്തിരി ആളുകൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായതും ആ അനുഭവ ചരിത്രങ്ങളും ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ വസ്തുനിഷ്ഠമായി കാണാം. നമുക്കതൊക്കെ കുറച്ച് പഠിക്കണം ഒരു സാമ്പിളിന്. അതൊക്കെ പഠിച്ചാലാണ് ഇങ്ങനൊരു അവസ്ഥ നമുക്ക് സംജാതമായാൽ ആ ചരിത്രം ബോധ്യമുള്ള വിശ്വാസി ഇൻഷാ അല്ലാഹ് അവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് പോകണമെന്നോർത്ത് ഈ കുറ്റത്തിൽ നിന്ന് മാറി നിൽക്കുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.